അല്ല കൂട്ടുകാരെ, ഇന്ന് നല്ല പച്ചമാങ്ങ കിട്ടിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് അച്ചാറാക്കാന്ന് വെച്ചു. മാങ്ങ മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി ഞാൻ ഉപ്പൊക്കെ പെരക്കി മാങ്ങ വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം കായം പൗഡർ, മുളക് പൊടി, മഞ്ഞൾ പൊടി, അച്ചാർ പൊടി എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച്, പിന്നെ നല്ലെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് പൊടിച്ചിട്ട്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, എല്ലാ സാധനങ്ങളും, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി ലൈസ് ചൂടാകുമ്പോഴേക്കും നമ്മളെല്ലാം മസാലക്കൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ചുവന്ന മുളക് പൊടി, റെഡ് ചില്ലി ഉപയോഗിക്കുന്നതൊക്കെ ഉപയോഗിക്കാം. പിന്നെ അച്ചാർ പൊടി, സപ്പോർട്ടിട്ട പൗഡർ, അതായത് കായം പൗഡർ എല്ലാം. ഉപ്പ് ആദ്യം ഞാൻ ചേർത്തിട്ടുണ്ട് വാങ്ങിയത് കൂടെ. എല്ലാം മിക്സ് ചെയ്ത് വെച്ചത് ഞാൻ നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. നല്ലെണ്ണ കൂട്ടിലേക്ക് ചെറു തീയിൽ എല്ലാം ഒന്ന് ചൂടാക്കും. അധികം കരിഞ്ഞു പോകണ്ട. ചെറിയ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മാങ്ങ ഉപ്പ് പെരക്കി തലേദിവസം മാങ്ങ മുറിച്ച് ഉപ്പ് പെരക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഈ ചൂടായതിലേക്ക് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചത് അത് ലാസ്റ്റ് ചേർക്കുകയാണ്. അതിൻ്റെ നന്നായി വഴറ്റുക. ഈ വഴറ്റിയ കൂട്ടിലേക്ക് നമ്മുടെ ഉപ്പ് പെരക്കി വെച്ച മാങ്ങ ആണല്ലോ, പച്ച മാങ്ങ അടിപൊളി, നല്ല പുളിയുണ്ട്. അതിലേക്ക് ചേർക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. നല്ല പുളിയുള്ളതുകൊണ്ട് ഞാനിതിലേക്ക് വിനാഗിരി ചേർക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി വളരെ സ്പീഡിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതാണ്. എല്ലാ സാധനങ്ങളും ആദ്യം എല്ലാം എടുത്ത് റെഡിക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നതാണ്. ചേർക്കുന്നില്ല. അപ്പോൾ ആർക്കൊക്കെ അച്ചാർ വേണ്ടത് ഓടി വായോ. താങ്ക് യു ഫോർ വാച്ചിങ്. അച്ചാർ ഉണ്ടാക്കിയത് എല്ലാം കണ്ട എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ഇതുപോലെ തട്ടിക്കുട്ടി നമുക്ക് പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കുന്നതാണ്. താങ്ക് യു. ബൈ ബൈ.